ഇന്നത്തെ കാലഘട്ടത്തിൽ ആരോഗ്യമുള്ള വടിവൊത്ത ശരീരം ഭൂരിഭാഗം ആളുകളുടെയും ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. വ്യായാമ പരിശീലനങ്ങൾ ചെയ്യാൻ മടിയുണ്ടെങ്കിലും ദൃഢവും പുഷ്ടവുമായ ശരീരം എല്ലാവരും ആഗ്രഹിക്കുന്നു. അത്തരത്തിലുള്ള ആളുകൾക്ക് ഉത്തമ സഹായിയാണ് ജിമ്മുകളും അവിടത്തെ പരിശീലകരും. കൃത്യമായി ചിട്ടപ്പെടുത്തിയ ഉചിതമായ വ്യായാമ പ്രക്രിയകൾ വ്യക്തികളിൽ നല്ല മാറ്റങ്ങളുണ്ടാക്കുന്നു. അതുകൊണ്ടുതന്നെ അത്തരത്തിലുള്ള പരിശീലനങ്ങൾ എല്ലാവർക്കും അഭികാമ്യമായി മാറിയിരിക്കുന്നു. വ്യായാമങ്ങളെക്കുറിച്ചും അവയുടെ പ്രവർത്തന രീതികളെക്കുറിച്ചും വ്യക്തമാക്കുന്ന പുസ്തകങ്ങളും നമുക്കിന്ന് ലഭ്യമാണ്. വ്യായാമ പരിശീലന മേഖലയിൽ അനുഭവ പ്രാവീണ്യമുള്ള ലൂ സെക്കുലറും ആൽവിൻ ക്രോസ്ഗ്രോവും രചിച്ച ന്യൂ റൂൾസ് ഓഫ് ലിഫ്റ്റിംഗ് ഫോർ ലൈഫ് എന്ന പുസ്തകത്തിന്റെ ആശയ സംഗ്രഹമാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ഇരു രചയിതാക്കളും തങ്ങളുടെ അനുഭവങ്ങളും മറ്റു പരിശീലകരുടെ അഭിപ്രായങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തങ്ങളുടേതായ ശൈലിയിൽ വളരെ വ്യക്തതയോടെയാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രായമോ ശരീരവലിപ്പമോ ഒന്നും വ്യായാമം ചെയ്യുന്നതിന് തടസ്സമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ തങ്ങളുടെ ലേഖനം തുടങ്ങുന്നത് തന്നെ. വ്യായാമങ്ങളുടെ ഗുണങ്ങളും വ്യത്യസ്തമായ വ്യായാമ രീതികളും നല്ല വിധേന തന്നെ ഈ ബുക്കിൽ വിവരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ചില ആളുകളിൽ വ്യായാമങ്ങളുടെ ഫലങ്ങൾ പ്രത്യക്ഷപ്പെടുന്നില്ല? എന്തുകൊണ്ട് ആഹാര നിയന്ത്രണവും ഇവയുടെ ഭാഗമാകുന്നു? എന്തുകൊണ്ട് ചില വ്യായാമ രീതികൾ നമുക്ക് അനുയോജ്യമല്ല? തുടങ്ങി വ്യായാമ പരിശീലനത്തോടനുബന്ധമായ എല്ലാ ചോദ്യങ്ങൾക്കും സാഹചര്യ തെളിവോടുകൂടി രചയിതാക്കൾ ഉത്തരം നൽകിയിട്ടുണ്ട്. ഇതിനോടനുബന്ധിച്ചുള്ള പല പ്രബന്ധങ്ങളുടെയും ഗവേഷണ പഠനങ്ങളുടെയും ഭാഗങ്ങളും നമുക്കായി അവർ പങ്കുവച്ചിട്ടുണ്ട്. കേവലം ശരീരഭാരം കുറയ്ക്കുന്നതിനുള്ള പുസ്തകം എന്നതിനപ്പുറം സ്വയമേ വെല്ലുവിളികൾക്ക് തയ്യാറായിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾക്കുള്ള പ്രചോദനം കൂടിയാണ് ഈ രചന. ഒരു വ്യക്തിഗത വായനക്കാരന് എന്ത് ചെയ്യാനും എന്ത് ചെയ്യാതിരിക്കാനും കഴിയും എന്ന അനുമാനത്തിലാണ് എന്തുകൊണ്ട് ആഹാര നിയന്ത്രണവും ഇവയുടെ ഭാഗമാകുന്നു. വെറുതെ ഇച്ഛാനുസൃതമായിട്ടുള്ള വ്യായാമങ്ങൾ ചെയ്യാതെ ഫലം തരുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിലാണ് കാര്യമെന്ന് രചയിതാക്കൾ വ്യക്തമാക്കുന്നു. മനക്കരുത്താണ് പ്രധാനം. ഈ രചന തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത് സഹരചയിതാവായ ആൽവിൻ കോസ്ഗ്രോവ് ക്യാൻസർ എന്ന രോഗത്തെ എങ്ങനെ മനക്കരുത്തുകൊണ്ട് തരണം ചെയ്തു എന്നതിനെക്കുറിച്ചും ലേഖനത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. വ്യായാമ പരിശീലനത്തിൽ ഏർപ്പെടുമ്പോൾ ആവശ്യമായ വസ്തുക്കളുടെ വിവരങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഉൾപ്പെടുത്താൻ ലേഖകർ ശ്രമിച്ചിട്ടുണ്ട്. പരിശീലനങ്ങളിൽ ഏർപ്പെടുമ്പോൾ പാലിക്കേണ്ട 16 നിയമങ്ങളും അവയുടെ പ്രാധാന്യവും പുസ്തകത്തിൽ വ്യക്തമാണ്. എങ്ങനെ ഓരോ വ്യക്തികൾക്കും അനുയോജ്യമായ വ്യായാമങ്ങൾ തിരഞ്ഞെടുക്കാം എന്നും അവ ചെയ്യേണ്ട രീതികളും സമയക്രമങ്ങളും വിശദമായി ഈ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. പലതരത്തിലുള്ള വ്യായാമങ്ങളും അവ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഘട്ടങ്ങളുമെല്ലാം വിശദമായി ലേഖകർ വിവരിച്ചിട്ടുണ്ട്. വ്യായാമ രീതികൾ മാത്രമല്ല, ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളും പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു. ഓരോ വ്യായാമങ്ങളും ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും അവയ്ക്കായി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളെക്കുറിച്ചും അറിവ് നൽകുന്ന ഒരു കൊച്ചു പരിശീലകൻ തന്നെയാണ് ഈ പുസ്തകം എന്ന് പറയാം. അതിനുള്ള എല്ലാ പ്രചോദനവും പിന്തുണയും നമുക്ക് ഈ പുസ്തകത്തിൽ നിന്ന് ലഭിക്കും. പുരോഗതിയുടെയും ആധുനികവൽക്കരണത്തിന്റെയും കാലമായ 21ാം നൂറ്റാണ്ടിൽ ആരോഗ്യ സംരക്ഷണം ഏവരുടെയും പ്രഥമ പരിഗണനയായി മാറിയിരിക്കുന്നു. ആരോഗ്യമുള്ള ശരീരത്തിനു മാത്രമല്ല, ശരീരഭംഗിക്കായും ഇന്നാളുകൾ ഉപയോഗിച്ചുവരുന്ന ഒന്നാണ് ജിം. കൃത്യമായ പരിശീലനവും അറിവും നേടിയ പരിശീലകരാണ് ജിമ്മുകളെ ഇത്രയേറെ പ്രശസ്തമാക്കുന്നത്. ദി ന്യൂ റൂൾസ് ഓഫ് ലിഫ്റ്റിംഗ് ഫോർ ലൈഫ് എന്ന ഈ പുസ്തകത്തിൽ മധ്യവയസ്കർക്കും വ്യായാമത്തിൽ പങ്കെടുക്കുന്നതിൽ പരിമിതികളൊന്നും ഇല്ല എന്ന വസ്തുത വളരെ വ്യക്തമാക്കുന്നു. രചയിതാവ് ഒരു പരിശീലകനായതുകൊണ്ടുതന്നെ വർക്കൌട്ട് സംബന്ധിതമായ മെയിലുകൾ എന്നത് സ്ഥിര കാഴ്ച ആയിരുന്നത്രേ. മാത്രമല്ല, ഇതിനെല്ലാം തന്നെ മിക്കവാറും ഒരേ രൂപരേഖയും എനിക്ക് എത്ര വയസ്സ്, എത്രയടി പൊക്കം, ഇത്ര ഭാരം, ഞാൻ വ്യായാമം ചെയ്യുന്നുണ്ടായിരുന്നു, എന്നാൽ ഇന്ന കാരണത്താൽ ഇത്ര വർഷമായി ചെയ്യാൻ കഴിയുന്നില്ല, ചെയ്യണമെന്നുണ്ട്, അതിനായി ഞാൻ എന്തു ചെയ്യണം എന്നൊക്കെയാണ് ഏവരുടെയും ചിന്ത. വ്യായാമവും പരിശീലനവും ചെയ്യാത്ത വ്യക്തികൾക്ക് കാലക്രമേണ വരുന്ന ദേഹാസ്വസ്ഥതകളും അവരുടെ ശരീരം എങ്ങനെ ക്ഷയിച്ചു ദുർബലമായി തീരുന്നുവെന്നും ഈ പുസ്തകം നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. വ്യായാമം ചെയ്യാതെ മടിച്ചിരുന്നാൽ അത് ഭാവിയിൽ വളരെ ദോഷം ചെയ്യും. ആരോഗ്യമുള്ള ശരീരത്തിന് കൃത്യമായ അളവിലുള്ള പോഷകാഹാരവും ഉചിതമായിട്ടുള്ള വ്യായാമങ്ങളും ആവശ്യമാണ്. എനിക്ക് എന്തുകൊണ്ട് മറ്റുള്ളവരുടേത് പോലെയുള്ള വടിവൊത്ത ശരീരമില്ല?
എന്തുകൊണ്ട് എനിക്കിത്ര ഭാരം എന്നൊക്കെ ചിന്തിക്കുന്നതിനു പകരം ആരോഗ്യമുള്ള നാളേക്കായി പ്രവർത്തിക്കുകയാണ് വേണ്ടത്. അതുതന്നെയാണ് രചയിതാക്കളും പങ്കുവയ്ക്കുന്ന സന്ദേശം. പലർക്കും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകാം. അതുകൊണ്ടുതന്നെ ഒരു ഡോക്ടറുടെ ചികിത്സയ്ക്കോ നിർദ്ദേശത്തിനോ പകരമാകില്ലേ ഈ രചന എന്നുകൂടെ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് രചയിതാക്കൾ തങ്ങളുടെ ആശയങ്ങൾ പങ്കുവയ്ക്കുന്നത്. വയസ്സോ വലുപ്പമോ ഒന്നും ആരോഗ്യ പരിപാലനത്തിനും വ്യായാമ പരിശീലനങ്ങൾക്കും ഒരു തടസ്സമല്ല. അതൊക്കെ നമ്മുടെ കേവലമായ ചിന്താക്കുഴപ്പങ്ങളാണ്. പരിമിതികളുടെ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞ് ഇതിനായി തുനിഞ്ഞിറങ്ങിയേ മതിയാകൂ. വ്യായാമങ്ങളും സ്റ്റെറോയിഡുകളും മാത്രം ഉപയോഗിച്ചതുകൊണ്ട് ശരീരഭംഗി വർദ്ധിക്കണമെന്നില്ല. അതിനു പ്രധാനമായും വേണ്ടത് വ്യായാമത്തിൽ ശരിയായ രീതി പിന്തുടരുക എന്നതാണ്. നമ്മുടെ ഭക്ഷണരീതി പോലെ തന്നെ പാലിക്കേണ്ടുന്ന ഒന്നാണ് വ്യായാമം. മസിലുകൾ തുടിച്ചു നിൽക്കുന്ന ശരീരം ഒരു ദിവസം കൊണ്ട് നേടുവാനാവുകയില്ല. അതിന് അതിൻ്റേതായ കാലദൈർഘ്യം വേണ്ടിവരും. കുറഞ്ഞത് 6 മുതൽ 12 മാസം കൊണ്ട് ഏറെക്കുറെ ശരീരവടിവ് വ്യായാമം കൊണ്ട് നിങ്ങൾക്ക് നേടുവാൻ കഴിയും. വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ എടുക്കേണ്ട മുൻകരുതൽ പരിക്കുണ്ടാവാതെ ശരിയായ രീതിയിൽ ചെയ്യുക എന്നതാണ്. ബോഡി ബിൽഡിംഗ് പരിശ്രമങ്ങൾ തുടങ്ങുന്നതിന് മുൻപ് ഒരു ഡോക്ടറെ സന്ദർശിച്ച് ആരോഗ്യസ്ഥിതി മനസ്സിലാക്കണം. മികച്ച സൗകര്യങ്ങളും ഉപകരണങ്ങളുമുള്ള ഒരു ജിംനേഷ്യം തിരഞ്ഞെടുക്കുക. മാർഗദർശകൻ എന്ന പോലെ ഒരു ബോഡി ബിൽഡറിനെ മാതൃകയാക്കുക. ഇത് ലക്ഷ്യബോധത്തോടെ വ്യായാമങ്ങൾ ചെയ്യുന്നതിന് സഹായകമാകും. പേശികൾ ശക്തിപ്പെടുത്തുക. കൂടുതൽ ഭാരങ്ങൾ ഉപയോഗിക്കുന്നതിനു മുൻപായി അവ താങ്ങാനാകും വിധം കരുത്തു നേടുക. ഒരു സുഹൃത്തിനൊപ്പം വ്യായാമങ്ങൾ ചെയ്യുന്നത് കൂടുതൽ കരുത്തു നേടും. ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ നിങ്ങൾ മനസ്സിനെയും ശരീരത്തെയും പരിപോഷിപ്പിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ശരീരം താങ്ങുമെന്ന് ഉറപ്പുള്ള വ്യായാമങ്ങൾ മാത്രം ചെയ്യുക. വിശ്രമം വേണമെന്ന് തോന്നുമ്പോൾ വിശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓരോ വ്യായാമ മുറയ്ക്ക് ശേഷവും സ്ട്രെച്ചിംഗ് ചെയ്യുവാൻ ശ്രമിക്കുക. ഇത് വ്യായാമം മൂലം മുറുകിയിരിക്കുന്ന പേശികൾക്ക് അയവ് നൽകുന്നു. ശരീരത്തിന് വഴക്കം കിട്ടുന്നു. വ്യായാമങ്ങൾക്കിടയിലുള്ള ശ്വസനം വളരെ പ്രാധാന്യമുള്ളതാണ്. ശരിയായ രീതിയിലുള്ള ശ്വസനം പേശിയിലേക്ക് കൂടുതൽ ഓക്സിജൻ നൽകുന്നു. ഇത് പേശികൾ ചുരുങ്ങുന്നത് തടയുന്നു. ഭക്ഷണം പോലെ തന്നെ ഉറക്കവും പ്രധാനപ്പെട്ട ഒന്നാണ്. ശരിയായ രീതിയിലുള്ള ഉറക്കം ശരീരത്തിന്റെ മൊത്തത്തിലുള്ള പ്രവർത്തനക്ഷമതയെ ത്വരിതപ്പെടുത്തുന്നു. ബോഡി ബിൽഡിങ്ങിന് ശരിയായ രീതിയിലുള്ള ഭക്ഷണം ആവശ്യമാണ്. ആവശ്യത്തിന് പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക. ബോഡി ബിൽഡിങ്ങിന് സമയമല്ല പ്രധാനം. ഒരു നിശ്ചിത സമയം ചെയ്തു എന്നതല്ല, ആ നിശ്ചിത സമയത്തിനുള്ളിൽ എന്ത് നേടി എന്നതാണ് കാര്യം. വ്യത്യസ്തങ്ങളായ വ്യായാമങ്ങൾ ഓരോ ദിവസവും ചെയ്യുക. ഇങ്ങനെ പല വിധത്തിലുള്ള വ്യായാമങ്ങൾ ചെയ്യുന്നതുവഴി അവയിൽ ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ ഗുണം ചെയ്യുവാൻ പര്യാപ്തമായത് എന്ന് കണ്ടെത്തുവാൻ കഴിയും. കുറച്ചു ദിവസത്തെ വ്യായാമത്തിനു ശേഷം വിശ്രമം അനിവാര്യമാണ്. ഇരുന്നുള്ളതും ബെഞ്ച പ്രസ്, മിലിറ്ററി പ്രസ്, ഡംബിൽ പോലുള്ളവ ഉപയോഗിച്ചുള്ള വ്യായാമങ്ങൾ പേശികൾക്ക് കൂടുതൽ കരുത്തു നൽകും. വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ ശരിയായ ശാരീരിക നിലയിൽ ആയിരിക്കുവാൻ ശ്രദ്ധിക്കുക. വ്യായാമങ്ങൾക്കിടയ്ക്ക് ധാരാളം വെള്ളം കുടിക്കുക. ഇത് ശരീരത്തിലെ ജലനഷ്ടം കുറയ്ക്കുകയും ക്ഷീണം ഉണ്ടാവുന്നത് തടയുകയും ചെയ്യും. ശരീരത്തിലേൽക്കുന്ന പരിക്കുകൾ ഗുരുതരമാവാതിരിക്കുവാൻ തുടക്കത്തിൽ തന്നെ ശ്രദ്ധിക്കുക. ബോഡി ബിൽഡിംഗ് അഥവാ ശരീരപുഷ്ടി ശരീര സൗന്ദര്യവും ബലവും ആരോഗ്യവും വർദ്ധിപ്പിക്കുവാൻ പേശികളെ പോഷിപ്പിക്കുന്ന പ്രക്രിയയാണ്. ഇതിനായി ചിട്ടയായ വ്യായാമവും കൃത്യമായ ഭക്ഷണ ക്രമീകരണവും ആവശ്യമാണ്. ഇതിനുവേണ്ടി പരിശീലിപ്പിക്കുന്ന ആളെ ബോഡി ബിൽഡർ എന്ന് വിളിക്കുന്നു. ബോഡി ബിൽഡിംഗ് ഒരു മത്സര ഇനമായും നടത്തപ്പെടുന്നു. പ്രായം കൂടുമ്പോൾ ശരീരത്തിനുണ്ടാവുന്ന മാറ്റങ്ങളെ ഒരു പരിധിവരെ ചെറുക്കുവാനും ഫിറ്റ്നസ് നിലനിർത്തുവാനും ബോഡി ബിൽഡിംഗ് സഹായിക്കുന്നു. പേശികളുടെ ബലക്കുറവ് മൂലമുണ്ടാകാറുള്ള അസുഖങ്ങൾ, ജീവിതശൈലീ രോഗങ്ങൾ എന്നിവയ്ക്കുള്ള സാധ്യത കുറയ്ക്കാനും ഇത് അനുയോജ്യമാണ്. എന്നാൽ രോഗികൾ ഇത്തരം വ്യായാമമുറകൾ പരിശീലിക്കുന്നതിനു മുമ്പായി വിദഗ്ധ നിർദ്ദേശം തേടേണ്ടതാവുന്നു. പ്രോട്ടീൻ കൂടുതലും വിറ്റാമിൻ നാരുകൾ, ലവണങ്ങൾ എന്നിവയുമടങ്ങിയതും അന്നജം കുറഞ്ഞതുമായ പോഷക ആഹാരമാണ് ബോഡി ബിൽഡർമാർ തിരഞ്ഞെടുക്കേണ്ടത്. ഭാരം ഉപയോഗിച്ചുകൊണ്ടുള്ള പല വ്യായാമങ്ങളും ഇവർ ചെയ്യാറുണ്ട്. ട്രെയിനർമാരും ഫിസിയോതെറാപ്പിസ്റ്റുകളും ധാരാളം ജിംനേഷ്യങ്ങളും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പല സിനിമാ താരങ്ങളും മോഡലുകളും ശരീര സൗന്ദര്യം മെച്ചപ്പെടുത്തുവാൻ ഈ മാർഗം അവലംബിക്കാറുണ്ട്. എന്നാൽ ചിലർ എളുപ്പത്തിൽ ബോഡി ബിൽഡിങ്ങിനു വേണ്ടി സ്റ്റെറോയിഡ്
അടങ്ങിയ പുരുഷ ഹോർമോൺ അധികമായി ഉപയോഗിക്കുന്നു. എന്നാൽ പ്രായമോ വലിപ്പമോ ഒന്നും വ്യായാമം ചെയ്യുന്നതിന് ഒരു തടസ്സവുമല്ല. എനിക്ക് പ്രായമായി, ഇനി ഈ അഭ്യാസങ്ങൾ ചെയ്യുവാൻ എനിക്ക് വയ്യ എന്നുള്ള ചിന്തയാണ് ആദ്യം മാറ്റേണ്ടത്. ഒരു മനുഷ്യനും വയസ്സു കുറഞ്ഞ് യൗവനത്തിലേക്ക് തിരിച്ചു വരില്ല. അതിനാൽ പ്രായവും സാഹചര്യങ്ങളും ന്യായങ്ങളാക്കാതെ നമുക്ക് എന്തും ചെയ്യാം, എന്തിനേയും തരണം ചെയ്യാം എന്നുള്ള വിശ്വാസമാണ് ആദ്യം കൈവരിക്കേണ്ടത്. പക്ഷേ മധ്യവയസ്കരായ ആളുകൾക്കായി പുസ്തകം എഴുതുന്നത് ചുരുക്കം ചില എഴുത്തുകാർ മാത്രമാണ്. എല്ലാ ഗണത്തിൽപ്പെടുന്ന ആളുകൾക്കും ശരീര സംരക്ഷണത്തിനായുള്ള മാർഗങ്ങൾ ആവശ്യമാണ്. ഈ ഒരു ലക്ഷ്യം മുൻനിർത്തിയാണ് ലൂ സെക്കുലർ തന്റെ 50-ാം വയസ്സിൽ ഇത്തരമൊരു പുസ്തകം എഴുതിയത്. ഈ പ്രയാണത്തിനിടയ്ക്ക് അദ്ദേഹം തന്റെ സഹരചയിതാവായ ആൽവിൻ കോസ്ഗ്രോവും സമാനമായ ശൈലി പിന്തുടരുന്നുണ്ടെന്ന് മനസ്സിലാക്കി. അത്യന്തം മോശമായ ശരീരാവസ്ഥയിൽ തന്റെ പക്കൽ വരുന്ന ആരോഗ്യബോധവന്മാർ ശരീരഭാരം കുറയ്ക്കുന്നതിനുമപ്പുറം ചലനാത്മകതയിലും ഉള്ളറിയുന്ന പരിശീലനത്തിലും പരിണാമപരമായ ആരോഗ്യത്തിലുമാണ് ശ്രദ്ധ ചെലുത്തേണ്ടതെന്ന് മനസ്സിലാക്കി അദ്ദേഹം തന്റെ രീതികൾ മാറ്റി. നിങ്ങൾ വ്യായാമത്തിന് പൊതുവെ പ്രാധാന്യം കൊടുക്കുന്നവരും ശാരീരിക മാനസിക ശക്തിക്കു വേണ്ടി പ്രവർത്തിക്കുവാൻ തയ്യാറുള്ളവരും ആണെങ്കിൽ ദി ന്യൂ റൂൾസ് ഓഫ് ലിഫ്റ്റിംഗ് ഫോർ ലൈഫ് എന്ന ഈ പുസ്തകം നിങ്ങൾക്ക് വായിക്കുവാൻ ഉത്തമമാണ്. 2005 ഒരു കോൺഫറൻസിൽ വെച്ച് ഇരു രചയിതാക്കളും കണ്ടുമുട്ടുമ്പോൾ അവർ ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞിരുന്നു. തന്റെ സഹപ്രവർത്തകനായ ആൽവിൻ ലിംഫോമയുടെ 4-ാം ഘട്ടത്തിൽ കൂടി കടന്നുപോയിരുന്നു. ആരോഗ്യത്തോടെ തിരിച്ചു വരികയും ചെയ്തു. ഒരുപാട് ദേശീയ പുരസ്കാരങ്ങൾക്ക് അർഹനായ കോസ്ഗ്രോവ് അർബുദത്തിന് കീഴടങ്ങാതെ 10 മടങ്ങ് ശക്തിയോടെ തിരിച്ചു വന്നെങ്കിലും സ്റ്റേജ് 4 ലിംഫോമ പ്രതികാരദാഹിയായി തിരിച്ചുവന്നു. മനഃശക്തി കൈവിട്ടില്ലെങ്കിലും ശരീരത്തെ പിന്നീടുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ ബാധിച്ചു. ആശുപത്രിവാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം 100% അർബുദത്തെ അതിജീവിച്ചു കഴിഞ്ഞിരുന്നു. വർഷങ്ങൾ നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിൽ തന്റെ കായിക ശക്തി വീണ്ടെടുത്തെങ്കിലും പഴയ സ്ഥിതിയിലേക്ക് തിരിച്ചു പോവുക എന്നത് എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. തായ്ക്കോണ്ടോയിലേക്ക് തിരിച്ചുവരാൻ ഉദ്ദേശിച്ചിരുന്ന കോസ്ഗ്രോവ് തന്റെ 34-ാം വയസ്സിൽ ഒരു മധ്യവയസ്കനായി മാറി. ഭാരം കുറയ്ക്കുവാനുള്ള ഒരു മാർഗദർശിനി എന്ന ചിന്തയിൽ നിന്ന് ഉടലെടുത്തതാണെങ്കിലും അതിനപ്പുറത്തേക്കുള്ള അനന്തര സാധ്യതകളും അവർ മനസ്സിലാക്കി തങ്ങളുടെ രചനയിൽ ഉൾപ്പെടുത്തി. തങ്ങളുടെ ഗവേഷണങ്ങൾക്കും പരിശ്രമങ്ങൾക്കുമൊടുവിൽ അവർ പുസ്തകത്തിലൂടെ ആളുകളുടെ ഭാരം കുറയ്ക്കുവാനായി സഹായിക്കുവാൻ കഴിയുമെന്നും മനസ്സിലാക്കി. അവിടെയാണ് ദി ന്യൂ റൂൾസ് ഓഫ് ലിഫ്റ്റിംഗ് ഫോർ ലിഫ്റ്റ് എന്ന പുസ്തകത്തിന്റെ ആരംഭം. സ്വന്തം കഴിവുകൊണ്ട് ശരീരഭാരം കുറയ്ക്കുന്നവർ ഏറെ പേരുണ്ട്. ഭാരം കുറയ്ക്കുന്നതിനായി അവർ ചെയ്യുന്നത് ഭാരക്കൂടുതലിനുള്ള കാരണം കണ്ടെത്തി അതിനെതിരെ പ്രവർത്തിക്കുക എന്നതാണ്. ഒരു വീട് പരിപാലിക്കുന്നത് പോലെ തന്നെ വളരെ പ്രാധാന്യമുള്ളതാണ് നമ്മുടെ ശരീരം സംരക്ഷിക്കുക എന്നത്. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാകുകയുള്ളൂ. ഭാരം കുറയ്ക്കുവാനുള്ള ഒരു പുസ്തകത്തിനുമപ്പുറം NROL സ്വയമേ പുതിയ വെല്ലുവിളികളും ദിനചര്യകളും സ്വീകരിക്കാൻ തയ്യാറുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കൊഴുപ്പു കുറയ്ക്കുവാനും പേശികൾ ബലപ്പെടുത്തുവാനുമുള്ള ഒരു പരിശീലന പ്രക്രിയയാണെന്ന് പറയാം. അതിലുമുപരി ഓരോ വ്യക്തിയുടെയും കരുത്തും ഊർജവും ആത്മവിശ്വാസവും തിരികെ നൽകുവാനും സഹായിക്കുന്ന ഒന്നുകൂടിയാണ് ദി ന്യൂ റൂൾസ് ഓഫ് ലിഫ്റ്റിംഗ് ഫോർ ലൈഫ് എന്ന പുസ്തക പരമ്പര. ആദ്യ 3 NROL പുസ്തകത്തേക്കാൾ വ്യത്യസ്തമാണ് ഈ പുസ്തകം. എന്തെന്നാൽ എളുപ്പം മനസ്സിലാക്കുവാൻ ഒറ്റത്താളിൽ വായിച്ചു തീർക്കേണ്ടുന്ന ഒന്നല്ല ഇത്. കഠിനാധ്വാനം ചെയ്യുവാനും പരിശ്രമിക്കുവാനും കെൽപ്പുള്ള ആളുകൾക്കായി തയ്യാറാക്കിയ ഒന്നാണിത്. ഒരു വ്യക്തിഗത വായനക്കാരന് എന്ത് ചെയ്യാം എന്ത് ചെയ്യാതിരിക്കാം എന്ന അനുമാനത്തിലാണ് ഈ രചന തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത്. ഫലം തരുന്ന വ്യായാമമുറകൾ പരിശീലിക്കുന്നതിലാണ് കാര്യം. അതുതന്നെയാണ് ആൽവിൻ തന്റെ ഭാര്യയോടൊത്ത് നടത്തുന്ന റിസൾട്ട്സ് ഫിറ്റ്നസ് എന്ന ജിമ്മിൽ പിന്തുടരുന്നതും. ചുരുക്കത്തിൽ നിങ്ങൾ ശൂന്യതയിൽ നിന്നോ ചവറ്റുകുട്ടയിൽ നിന്നോ തുടങ്ങട്ടെ, അതൊന്നും ഒരു പ്രശ്നമല്ല. എന്നാൽ നിങ്ങൾ സ്വയം നിങ്ങളുടെ പരിശീലകനാകുക എന്ന സന്ദേശമാണ് ഇവിടെ ഉൾക്കൊള്ളുന്നത്. രചയിതാവിന്റെ കാലഘട്ടത്തെ പുച്ഛിച്ചുകൊണ്ട് പരാതിപ്പെടുന്ന ഒരാളുമായി അദ്ദേഹത്തിന് പ്രവർത്തിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ സമൂഹം എല്ലാവർക്കും വേണ്ടി എല്ലാം നശിപ്പിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. തന്റെ ജനനവർഷമായ 1957 ഒരു നിസാരമായ വൈകല്യമായാണ് ലേഖകൻ കാണുന്നത്.
കാരണം ജനനനിരക്ക് കുതിച്ചുകൊണ്ടേയിരുന്നു. എല്ലാവരും ഒരേപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിച്ചു. കുറച്ചുപേർ ബേസ്ബോൾ ഇഷ്ടപ്പെട്ടു. കുറച്ചുപേർ കത്തോലിക്കാ സ്കൂളിൽ പ്രവേശനം നേടുവാൻ ആഗ്രഹിച്ചു. ചിലർ ജേർണലിസം പഠിച്ചു. ഇതിനാൽ ബിരുദം കഴിഞ്ഞപ്പോൾ ജോലിയില്ലാത്ത അവസ്ഥയായി. ഏറ്റവും മോശമായ ഒരു കാലഘട്ടമായിരുന്നു 80കൾ. സ്തംഭനാവസ്ഥ എന്നത് എല്ലാവരും ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു പ്രയോഗമായിരുന്നു. സാമ്പത്തികം വീണ്ടും കൂപ്പുകുത്തി. അതിനാൽ എല്ലാവരും ബൂമർ എന്ന് വിശേഷിപ്പിക്കുന്ന ആ സമയത്തെ ആളുകൾ വെറുക്കാൻ തുടങ്ങി. ഇതെങ്ങനെ വന്നു? ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഫിറ്റ്നസ് ബോധമുള്ള തലമുറ എങ്ങനെ സ്വന്തം ശരീരം നോക്കുവാൻ കഴിവില്ലാത്തവരായി മാറി? ഒന്നുകിൽ മറന്നു, അല്ലെങ്കിൽ ഇതെല്ലാം പഠിക്കുവാൻ ശ്രമിച്ചില്ല. പരിശീലനം ലഭിക്കാത്ത ഒരു ശരീരം 60കളുടെ തുടക്കത്തിൽ തന്നെ മൂർധന്യാവസ്ഥയിൽ എത്തിച്ചേരും. 40കളിൽ പേശികൾ മുറുക്കുവാനും കൊഴുപ്പ് അടിഞ്ഞുകൂടുവാനും തുടങ്ങും. വയസ്സാകും തോറും വ്യായാമം ചെയ്യേണ്ടത് അനിവാര്യമായി മാറും. 6 പാക്ക്, പുഷപ്പ് മുതലായവയല്ല. അതിലുപരി പ്രായം കയ്യേറിയതെല്ലാം തിരിച്ചുപിടിക്കാനുള്ള കഴിവ് നേടുക എന്നതാണ് പ്രധാനം. സമയം എപ്പോഴും മുന്നോട്ടു പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രഥം തന്നെയാണ്. ശരീരത്തിന് പ്രായത്തിന്റെ കയ്യേറ്റം അനുഭവപ്പെട്ടാൽ ഉടൻ തന്നെ നിങ്ങൾ എന്തെങ്കിലും ചെയ്തേ മതിയാവൂ. കഴിഞ്ഞുപോയ കാലത്തിന് പ്രസക്തി ഇല്ലാത്തതിനാൽ ഭാവി ഒരു ആകർഷകമല്ലാത്ത ഉത്തരമായി മാറുന്നു. ശാരീരിക പ്രവർത്തനം എന്നാൽ എന്താണ്? വിശ്രമമില്ലാത്ത സമയത്ത് നമ്മൾ ചെയ്യുന്ന എല്ലാം ശാരീരിക പ്രവർത്തനങ്ങളാണ്. ജോഗിംഗ്, യോഗ, നീന്തൽ, കായിക പരിശീലനം തുടങ്ങി ഉദ്ദേശ്യത്തോടെ ചെയ്യുന്ന കാര്യങ്ങളാണ് വ്യായാമത്തിൽ ഉൾപ്പെടുന്നത്. എന്നാൽ ഈ സമയത്തു നിങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ അതൊരു വ്യായാമമാകുന്നില്ല. ബോധപൂർവം കഠിനമായ വ്യായാമ രീതികൾ പിന്തുടരുന്ന ഒന്നാണ് വർക്കൗട്ട്. ഇങ്ങനെയുള്ള പ്രത്യേകമായ ശാരീരിക മാറ്റങ്ങൾ നേടുവാൻ തയ്യാറാക്കപ്പെട്ട ഒരു ശൈലിയാണ് വ്യായാമ പരിശീലനം അഥവാ ട്രെയിനിംഗ്. വെറുതെയിരിക്കുന്ന സമയം എത്രത്തോളം കുറച്ചു കൂടുതൽ സമയം വ്യായാമത്തിലും പരിശീലനത്തിലും ഏർപ്പെടുകയാണെങ്കിൽ അത്രയും നല്ലത്. നിങ്ങൾക്ക് കുറച്ചു സമയത്തേക്കെങ്കിലും ശ്വാസം കിട്ടുന്നില്ലെങ്കിൽ മാത്രമാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ വ്യായാമം ചെയ്യുന്നതായി കണക്കാക്കാൻ പറ്റുകയുള്ളൂ. നിങ്ങൾക്ക് കരുത്തോ ശക്തിയോ ഊർജമോ ഒന്നും മെച്ചപ്പെടുത്തുവാൻ ആയില്ല എങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് പരിശീലനമാവില്ല. പുതിയതായി ചെയ്യുന്നവർ കൃത്യമായി നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതുണ്ട്. നിങ്ങൾ എത്ര കണ്ട് പരിശ്രമിക്കുന്നുവോ അതനുസരിച്ച് ഫലം ലഭിക്കുന്നു. പരിശ്രമവും കഠിനാധ്വാനവുമില്ലാതെ കൊഴുപ്പു കുറയുകയോ ശക്തി ലഭിക്കുകയോ ഇല്ല. പൊതുവെ 2 ലക്ഷ്യങ്ങളാണ് ഏവർക്കുമുള്ളത്. നിലവിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുകയും പുതിയ പ്രശ്നങ്ങളെ ഒഴിവാക്കുകയും ചെയ്യുക എന്നതാണത്. പുതിയ പരിശീലനങ്ങൾ നിങ്ങളെ ഉത്തേജനപ്പെടുത്തി അതിനോട് പൊരുത്തപ്പെടുവാൻ നിർബന്ധിതമാക്കുന്നു. മാത്രമല്ല, നിങ്ങളുടെ മാനസികാവസ്ഥയെയും അത് മെച്ചപ്പെടുത്തുന്നു. ഏതൊരു പ്രതിവിധിയും പോലെ തന്നെ വ്യായാമവും കൃത്യമായി പരിമിതികൾ അറിഞ്ഞു ചെയ്യുമ്പോഴാണ് അതിന്റെ ഫലമുണ്ടാകൂ. യുവ അവസ്ഥയിൽ മധ്യവയസ്കൻ എന്നത് ഏറ്റവും മോശമായ കാലഘട്ടമാണെന്ന് ചിന്തിക്കും. എന്നാൽ മധ്യവയസ്കനാകുമ്പോൾ മനസ്സിലാകും അതെല്ലാം വെറും തെറ്റിദ്ധാരണകൾ മാത്രമാണെന്ന്. നിങ്ങളുടെ ജീവിതം എങ്ങോട്ടു പോകുന്നുവെന്ന് മനസ്സിലാക്കാനുള്ള സമയം നിങ്ങൾക്ക് കണ്ടെത്തുവാൻ സാധിക്കും. ഒരു യുവാവ് അവന്റെ 6 പാക്കും യുവതി അവളുടെ നിതംബ ഭംഗിക്കും പ്രാധാന്യം കൊടുക്കുന്നു. അതിനാൽ അവ പുഷ്ടിപ്പെടുത്തുവാനുള്ള വ്യായാമങ്ങളാകും അവർ ചെയ്യുക. ഇത് 2 വിഭാഗങ്ങൾക്കും ഗുണകരമല്ല. തന്റെ മകൻ ടോജോ പരിശീലിക്കുന്നതുകൊണ്ട് ഉത്തമ ശരീരവടിവ് ഉണ്ടായിരുന്നുവെന്നും എന്നാൽ ഷർട്ടിടുമ്പോൾ അവൻ മറ്റേത് കുട്ടിയെയും പോലെ ഒരു കൗമാരക്കാരനായി മാറുന്നുവെന്നും ലേഖകൻ പരാമർശിക്കുന്നു. ചുരുക്കത്തിൽ ശരീരാകൃതിക്ക് പ്രാധാന്യമില്ല, ആരോഗ്യത്തിനാണ് പ്രാധാന്യം എന്നാണ് ലേഖകൻ ഉദ്ദേശിക്കുന്നത്. പെൺകുട്ടികൾക്ക് ഭാരം കൂടുമോ എന്നുള്ള ഭയം പൊതുവെ കൂടുതലാണ്. എന്നാൽ അവർക്ക് ഭംഗിയുള്ള നിതംബവും വേണം. ഇതിനായി അവർ നിരന്തരം പരിശ്രമിക്കുന്നു. എന്നാൽ ശരീരഭംഗിക്കുള്ള വ്യായാമങ്ങളല്ല, ശരീരം ആരോഗ്യപൂർവ്വം സൂക്ഷിക്കുവാനുള്ള പരിശീലനമാണ് ചെയ്യേണ്ടത്. ആൽവിന്റെ പരിശീലന പ്രക്രിയ തുടർന്നാൽ മികച്ച നേട്ടങ്ങളുണ്ടാകുമെന്ന് രചയിതാവ് ഉറപ്പു നൽകുന്നു. തുടക്കക്കാർക്കുള്ള നിർദ്ദേശങ്ങൾ: 1-ാം വർഷം ജിമ്മിൽ ഐപോഡ് ഉപയോഗിക്കരുത്. കാരണം അത് വളരെ അപകടം പിടിച്ച ഒരു പ്രവൃത്തിയാണ്. ഐപോഡിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തുമ്പോൾ പുറകിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയുകയേയില്ല. അതിനാൽ അപകടങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. വ്യായാമത്തിനിടയ്ക്ക് ഉപകരണങ്ങളിൽ ഇരിക്കരുത്.
വ്യായാമങ്ങൾ ചെയ്യുന്നതിനിടയ്ക്ക് വിശ്രമിക്കുവാൻ തോന്നിയാൽ ഉപകരണങ്ങളിൽ തന്നെ ഇരിക്കാതെ മറ്റുള്ളവർക്കും അതുപയോഗിക്കുവാൻ കൊടുക്കുവാനുള്ള മനസ്സ് കാണിക്കുക. ഒരു വ്യായാമം ചെയ്യാൻ മറ്റുള്ള ഉപകരണങ്ങൾ തടസ്സപ്പെടുത്താതെ ഇരിക്കുക. വ്യായാമം ചെയ്യുമ്പോൾ മറ്റുള്ള ആളുകൾക്ക് തടസ്സമുണ്ടാക്കാതെ ആവശ്യത്തിന് സ്ഥലമുള്ളിടത്ത് നിന്ന് ചെയ്യാൻ ശ്രമിക്കുക. അതായത് ഉപകരണങ്ങൾക്കിടയ്ക്ക് നിൽക്കാതെ മാറി നിന്ന് മറ്റുള്ള പരിശീലന പ്രക്രിയ ചെയ്യുക. നിങ്ങൾക്കാവശ്യമില്ലാത്ത ഉപകരണങ്ങൾ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാതിരിക്കുക. ഉദാഹരണത്തിന്, എളുപ്പമുള്ള വ്യായാമം ചെയ്യാൻ പ്രധാനപ്പെട്ട പരിശീലന സ്ഥലങ്ങൾ ഉപയോഗിക്കാതെ മറ്റു സ്ഥലങ്ങൾ ഉപയോഗിക്കുക. മാത്രമല്ല, വെള്ളം കുപ്പികൾ ബെഞ്ചുകളിൽ വയ്ക്കാതെ ഇരിക്കുക. വെള്ളം കുപ്പികളുടെ ആവശ്യമില്ല. ഇന്നത്തെ ജിമ്മുകളിൽ വെള്ളം കുടിക്കുവാനുള്ള സൗകര്യങ്ങൾ ഉള്ളതിനാൽ വെള്ളം കുപ്പികൾ ചുമക്കേണ്ട ആവശ്യമില്ല. പ്രായമാകുന്നത് ജനപ്രീതിയുള്ള കാര്യമല്ല. എന്നാൽ വ്യക്തിപരമായി രചയിതാവ് അതിനോട് യോജിക്കുന്നു. താങ്കൾക്ക് 55 വയസ്സായോ? കണ്ടാൽ പറയില്ല എന്നുള്ള അഭിനന്ദനങ്ങൾക്ക് അദ്ദേഹം സന്തോഷിക്കുകയും ചെയ്യുന്നു. വയസ്സാകും തോറും കുറയുന്ന കഴിവുകൾ ഇല്ലാത്തതാവാം അതിനുള്ള കാരണം. പ്രായമാകും തോറും വേദനകളും മറ്റു ബുദ്ധിമുട്ടുകളും കൂടും. എന്നാൽ ലേഖകന്റെ കൗമാരത്തിലും എപ്പോഴും ചതവുകളും വീഴ്ചകളും പറ്റുന്നതിനാൽ വേദനകൾ അന്നും ഇന്നും ഒരുപോലെ തന്നെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രായമാകുന്നതിന്റെ ചില വശങ്ങളെങ്കിലും പരിഷ്കരിക്കുവാൻ പറ്റുന്നവ ആവണം. തന്റെ 20കളേക്കാൾ 30കളിൽ കൂടുതൽ ഊർജ്ജസ്വലനായ ഒരു കായിക താരത്തിന് ഉദാഹരണമാണ് ബാരി ബോണ്ടസ്. സ്റ്റെറോയിഡുകൾ പ്രവർത്തിക്കുമെന്ന് അദ്ദേഹം തെളിയിച്ചു കാണിച്ചു. വ്യായാമം തീരെ ചെയ്യാത്തവരും പരിശീലനത്തിനും മത്സരങ്ങൾക്കുമല്ലാതെ അല്പം മാത്രം വ്യായാമം ചെയ്യുന്നവരും അവരുടെ 20കളിൽ ശാരീരികാവസ്ഥയുടെ മൂർധന്യത്തിൽ എത്തുമെന്ന് ലേഖകൻ ഉറപ്പു നൽകുന്നു. കായിക താരങ്ങൾ എന്തായാലും മറ്റുള്ളവരേക്കാൾ കരുത്തരും ഊർജ്ജസ്വലരും ആയിരിക്കും. എന്നാലോ അവർ അവരുടെ യുവകാലഘട്ടത്തോട് ഒപ്പം എത്തിനിൽക്കാൻ മല്ലടിക്കും. ഞാനോ നിങ്ങളോ കായിക താരങ്ങളല്ല എന്നും ഇതൊന്നും നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുവാൻ പറയുന്നതല്ല എന്നും ലേഖകൻ ഓർമ്മപ്പെടുത്തുന്നു. ചിലപ്പോൾ വായനക്കാരിൽ പലരും മൂർധന്യാവസ്ഥയിലായിരിക്കില്ല എന്നും വായനക്കാർ ആരും ആ അവസ്ഥ വരെ കാത്തു നിൽക്കല്ലേ എന്നും ലേഖകൻ പറയുന്നു. പാരമ്പര്യവും ജനിതക ഘടകങ്ങളും പ്രായമാകുന്നതിൽ പങ്കുവഹിക്കുന്നുണ്ടെങ്കിലും അതിന് അമിതമായി പ്രാധാന്യം കൊടുക്കേണ്ടതില്ല. ലേഖകന് തന്റെ പിതാവിനെ പോലെ തന്നെ കഷണ്ടി വന്നു. എന്നാൽ തനിക്ക് സമാനമായ ഒരു ഇരട്ട സഹോദരൻ ഉണ്ടായിരുന്നുവെങ്കിൽ അയാൾക്ക് അതേ പ്രായത്തിൽ തന്നേക്കാൾ കൂടുതലോ കുറവോ പ്രായം തോന്നിക്കാം. പല വിധത്തിലുള്ള ജീവിതശൈലികളും പാരിസ്ഥിതിക ഘടകങ്ങളുമാകാം അതിനു കാരണം. പുകവലി, സൂര്യാഘാതം എന്നിവ അതിനുദാഹരണങ്ങളാണ്. വാസ്തവത്തിൽ 40-60% മാത്രമേ പാരമ്പര്യത്തിന് നമ്മുടെ പ്രായാധിക്യത്തിൽ പ്രാധാന്യമുള്ളൂ. നമ്മുടെ പ്രകടഭാവത്തിൽ മാത്രം. ആന്തരികമായ യുവത്വത്തിന് വ്യായാമവും ജീവിതശൈലിയും സഹായകമാണ്. അതിന് നാം പ്രാധാന്യം നൽകേണ്ടതുമാണ്. ഒറ്റപ്പെട്ട കർഷക സമൂഹത്തിന്റെ ദീർഘായുസ് സംശയപ്പെടുത്തുന്ന ഒന്നുതന്നെയാണ്. അവരിൽ പൊതുവെ കാണപ്പെടുന്ന പ്രത്യേകതകൾ ഇവയെല്ലാമാണ്. വർഷം മുഴുവൻ സൂര്യപ്രകാശം ലഭിക്കുന്ന മിത ശീതോഷ്ണ മേഖലകളിലാണ് അവർ ജീവിക്കുന്നത്. സാമ്പത്തികവും സാമൂഹികവുമായ വളരെ കുറച്ചുമാത്രം നേട്ടമുള്ള പാവപ്പെട്ട കർഷക സമൂഹത്തിലാണ് അവർ ജീവിക്കുന്നത്. അവർ ബഹുതലമുറകളായി കൂട്ടുകുടുംബമായി താമസിക്കുന്നു. അവരുടെ ദിനചര്യയിൽ ദീർഘനേരത്തെ അധ്വാനം ഉൾപ്പെടുന്നു. വാസ്തവത്തിൽ ആരും തൊഴിലിൽ നിന്നും വിരമിക്കുന്നില്ല. അവർ എല്ലായിടത്തും കാൽപാതയായി പോകുന്നു. പൊതുവെ അവർ സസ്യാഹാരം ഭക്ഷിക്കുന്നു. മാത്രമല്ല, ധാന്യങ്ങളും ഉൾപ്പെടുത്തുന്നു. അവർ അമിതമായി ഭക്ഷിക്കുകയുമില്ല. അവരുടെ ജീവിതശൈലി ശക്തമായ സാമൂഹിക ബോധമുള്ളതും പിരിമുറുക്കങ്ങൾ കുറവുള്ളതുമാകുന്നു. എന്നാൽ ഇതെല്ലാം മൊത്തത്തിൽ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ സാധിക്കില്ല. അവരുടെ ജീവിതശൈലികൾ പകർത്താതെ നമ്മുടെ രീതികൾ മെച്ചപ്പെടുത്തുവാനാണ് നാം ശ്രമിക്കേണ്ടത്. മനുഷ്യന്റെ പരമാവധി ആയുസ് 120 വയസ്സുവരെയാണെന്നാണ് കരുതപ്പെടുന്നത്. ജിന്നി ലൗസ് കാലമെന്റ് എന്ന ഒരു സ്ത്രീയാണ് ഇത്രയും വയസ്സുവരെ ജീവിച്ചിരുന്നത്. എന്നാൽ അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉപയോഗപ്രദമല്ല. കാരണം അവർ സാമ്പത്തിക ശേഷിയുള്ള ആഡംബര ജീവിതം നയിച്ചവരാണ്. ആയുസ്സും ദീർഘായുസ്സും എല്ലാ ജനിതക ഘടകങ്ങളിലുമുണ്ട്. എന്നാൽ രോഗങ്ങളെയും മറ്റു പ്രശ്നങ്ങളെയും ഒഴിവാക്കുവാനുള്ള ഭാഗ്യം കൂടി ദീർഘായുസ്സിന് കാരണമാകുന്നു. വാസ്തവത്തിൽ വർഷങ്ങളോളം ജീവിക്കുന്നതിൽ കാര്യമില്ല. എങ്ങനെ ജീവിക്കുന്നു, എങ്ങനെ ആ ജീവിതം മികച്ചതാക്കുന്നു എന്നതിലാണ് പ്രാധാന്യം. കൊച്ചുകുട്ടികളെ അടക്കി നിർത്തുക എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ അതേ കുട്ടികൾ കൗമാരമെത്തുമ്പോൾ
അനങ്ങുകയുമില്ല. ചെറുപ്പകാലത്തെ ശാരീരിക ഉപചയന നിരക്ക് കൂടുതലായിരിക്കും. അതിനാൽ ഊർജ്ജസ്വലതയും കായികക്ഷമതയും എല്ലാം കൂടുതലായി കാണപ്പെടും. എന്നാൽ പ്രായാധിക്യത്തോടെ ഇവയെല്ലാം കുറഞ്ഞു കുറഞ്ഞ് നമ്മെ ഇല്ലാതാക്കുന്നു. ഇതെല്ലാം പ്രകൃതിയുടെ അധികാര പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. പ്രായമേറുന്തോറും വിശപ്പില്ലായ്മയും മറ്റാരോഗ്യ പ്രശ്നങ്ങളും കൂട്ടുപിടിക്കുന്നു. മാംസപേശികളും നാഡീകോശങ്ങളും എല്ലാം അശക്തമായിത്തീരുന്നു. വിശപ്പില്ലായ്മ കാരണം അന്നജവും മാംസാഹാരങ്ങളും പൊതുവെ പ്രായമായവർ ഭക്ഷിക്കാറില്ല. അത് പ്രായത്തെ കൂട്ടുന്നു. മൈറ്റോകോൺട്രിയ എന്ന സൂത്രകണികയാണ് മനുഷ്യ ശരീരത്തിന് ആവശ്യമായ ഊർജം പ്രദാനം ചെയ്യുന്നത്. അവ നിർമ്മിക്കപ്പെടുന്നത് മാംസകോശങ്ങൾ കൊണ്ടാണ്. ആ കോശങ്ങളിൽ DNA അടങ്ങിയിരിക്കുന്നു. DNAയുടെ ടെലോമറുകൾ തകരാറിലാകുമ്പോൾ അവയുടെ പ്രത്യുൽപാദന ശേഷി നഷ്ടമാകുകയും ശരീരത്തിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, മാംസപേശികളിലെ മൈറ്റോകോൺട്രിയ നിർജ്ജീവമാകുന്നതോടെ ടൈപ്പ് 2 ഡയബറ്റിസിനുള്ള സാധ്യതയും കൂടുതലാണ്. എന്നാൽ നിരന്തര വ്യായാമത്തിലൂടെയും പരിശീലനത്തിലൂടെയും നമുക്ക് ഇതെല്ലാം ഇല്ലാതാക്കുവാൻ സാധിക്കും. സാർക്കോപെനിയ എന്നത് വാർദ്ധക്യത്തിൽ മാംസപേശികൾ നഷ്ടമാകുന്ന അവസ്ഥയാണ്. ശരീരത്തിന്റെ മൂർധന്യാവസ്ഥയിൽ നിന്നുമുള്ള പതനം സുനിശ്ചിതമാണ്. എന്നാൽ പരിശീലനം ചെയ്ത് ഉത്തമ ശരീരം പുഷ്ടിപ്പെടുത്തിയിരിക്കുന്ന ഒരു വ്യക്തിക്ക് തന്റെ ആരോഗ്യാവസ്ഥ വളരെ സാവകാശം മാത്രമേ നഷ്ടപ്പെടുന്നുള്ളൂ. ശരീരപുഷ്ടി എന്നാൽ വണ്ണം വയ്ക്കുക എന്നതല്ല, മറിച്ച് മാംസപേശികൾ വളർത്തിയെടുക്കുക എന്നതാണ്. അതൊരിക്കലും ശരീര ആകർഷണത്തിന് കോട്ടം വരുത്തുകയില്ല. അതിനുത്തമ ഉദാഹരണമാണ് പഡ്ഗി സ്റ്റോക്ടൺ എന്ന പ്രശസ്തയായ ബോഡി ബിൽഡർ. ജിമ്മുകളിൽ മധ്യവയസ്കർ വരുന്നത് വളരെ അപൂർവമാണ്. എന്നാൽ കഠിനമായ പരിശീലനം ദൈനംദിന ജീവിതത്തിൽ ഒഴിവാക്കുവാൻ കഴിയാത്ത ഒന്നാണ്. സമീപകാലത്ത് നടന്ന പഠനങ്ങളിൽ എല്ലിന്റെ പേശികളിലുള്ള 596 ജീനുകൾ പ്രായത്തിനനുസരിച്ച് നിർജ്ജീവമായി തീരും എന്ന് കണ്ടെത്തിയിരിക്കുന്നു. അതിനാൽ രചയിതാവായ ആൽവിൻ പരാമർശിക്കുന്ന വ്യായാമ പ്രക്രിയകൾ നിങ്ങൾക്ക് വളരെയേറെ ഗുണപ്രദമായി തീരുമെന്ന് ലേഖകൻ പറയുന്നു. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഈ മധ്യവയസ്സിൽ പരിശീലനവും വ്യായാമവും തുടങ്ങി കഠിന പരിശ്രമം നടത്തിയാൽ നിങ്ങൾക്ക് വളരെയധികം ചെറുപ്പമായിരിക്കുവാൻ സാധിക്കും. 22 ആഴ്ചകളിലെ പരിശീലന പ്രക്രിയയിലൂടെ എല്ലാ മധ്യവയസ്കരും ചെറുപ്പക്കാർക്ക് ഒപ്പമായിത്തീരുന്നു. നമുക്കൊരിക്കലും നമ്മുടെ പ്രായത്തിനെ തടുക്കുവാൻ സാധിക്കുകയില്ല. എന്നാൽ നമ്മുടെ ആത്മധൈര്യം കൊണ്ട് നമുക്ക് നമ്മുടെ കാലങ്ങളെ പുറകോട്ടേക്ക് കൊണ്ടുപോകുവാൻ കഴിയും. അതിന് നാം കഠിനമായി പരിശ്രമിക്കുക തന്നെ വേണം. ഒരു പത്രപ്രവർത്തകയ്ക്ക് ആരെയൊക്കെ തേടിപ്പിടിക്കണം, ആരെയൊക്കെ ഒഴിവാക്കണം എന്ന് കൃത്യമായി അറിയാം. ജീവിതത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ദൃഢനിശ്ചയം പ്രധാനമാണ്. ലേഖകൻ തന്റെ ജീവിതം വിഷാദാത്മകമാക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. അതിനാൽ അദ്ദേഹം തനിക്ക് താൽപ്പര്യമുള്ള ആരോഗ്യ സംരക്ഷണവുമായി ബന്ധമുള്ള പുസ്തകങ്ങൾ എഴുതുവാൻ തീരുമാനിച്ചു. വ്യായാമ പരിശീലനങ്ങൾ സംബന്ധിച്ച് വളരെയേറെ വിവാദങ്ങൾ പ്രചരിക്കപ്പെടുന്നുണ്ട്. ഇതിനൊരു ഉദാഹരണമാണ് ബാർബൽ ബാക്ക് സ്ക്വാട്ട്. ആരംഭഘട്ടത്തിൽ ലേഖകൻ ഇത് ചെയ്തിരുന്നതായും പിന്നീടുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം അത് ഒഴിവാക്കുകയും ചെയ്തു. എന്നാൽ മറ്റു പല കഠിന വ്യായാമങ്ങളും ചെയ്യാൻ അദ്ദേഹത്തിന് സാധ്യമായിരുന്നു. ഒട്ടേറെ ഡോക്ടർമാരും മറ്റ് ആരോഗ്യ സംബന്ധമായ പ്രവർത്തകരും അനവധി വ്യായാമങ്ങളെ അപകടകരമായി ചിത്രീകരിക്കാറുണ്ട്. കാരണം അവർ ഇത്തരം അനുഭവങ്ങളെ തുടരെ തുടരെ നേരിടുന്നു. പക്ഷേ ഇത് പല രീതിയിലുള്ള തെറ്റിദ്ധാരണകളിലേക്കും നയിക്കുന്നു. എന്തെന്നാൽ ഓരോ വ്യായാമവും ഓരോ രീതിയിലാണ് ആളുകളെ ബാധിക്കുന്നത്. ഒരാൾക്കത് ദോഷമെങ്കിൽ മറ്റൊരാൾക്കത് ഗുണമായി ഭവിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ അനുഭവങ്ങൾക്കാണ് പ്രാധാന്യം എന്നുള്ളതാണ്. ഒരു വ്യായാമ പ്രക്രിയ ചെയ്യുന്നതുകൊണ്ട് ഒരു ഫലവുമില്ലെങ്കിൽ അതിനർത്ഥം അത് അപകടകരമാണെന്നല്ല. അപകടങ്ങളും മുറിവുകളും അവയുടെ സൗഖ്യവുമെല്ലാം ലളിതവും നേരെ ചൊവ്വയുള്ളതുമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ അനുഭവങ്ങൾക്കാണ് പ്രാധാന്യം എന്നതാണ്. എല്ലാവർക്കും മുറിവുകളും അപകടങ്ങളും സംഭവിക്കാറുണ്ട്. എന്നാൽ അതെല്ലാം വേദനയ്ക്ക് കാരണമാകണമെന്നില്ല. ഒരു ലക്ഷണങ്ങളും ഇല്ലാത്തവരിൽ പോലും ഗവേഷകർ മുന്നിട്ടിറങ്ങിയാൽ മുറിവുകൾ കണ്ടെത്തും. അതിനുദാഹരണമാണ് ന്യൂ ഇംഗ്ലണ്ട് ജേർണൽ ഓഫ് മെഡിസിൻ എന്ന 1994 പഠന റിപ്പോർട്ടുകൾ. പുറം വേദനയുടെ ലക്ഷണങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത 98 ആളുകളുടെ MRI സ്കാനുകൾ മറ്റൊരു ആശുപത്രിയിലേക്ക് അയച്ചപ്പോൾ അതിൽ 27 സ്കാനുകൾക്ക് പ്രശ്നങ്ങളുണ്ടെന്ന് കണ്ടുപിടിച്ചു. കായിക താരങ്ങൾക്കും പരിശീലകർക്കും മുറിവുകൾ സംഭവിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്.
ആ മുറിവുകൾക്ക് ക്ഷണികമായി വേദന തോന്നുകയില്ല. പക്ഷേ ജീവിതത്തിന്റെ വൈകിയ വേളയിൽ അത് പലവിധ പ്രശ്നങ്ങളായി പ്രത്യക്ഷപ്പെടുന്നു. ഒരു തരത്തിലുള്ള കുഴപ്പങ്ങളുമില്ലാതെ മധ്യവയസ്സാകുക അത്ര എളുപ്പമല്ല. ചുരുക്കത്തിൽ ലേഖകനോട് അദ്ദേഹത്തിന്റെ ഡോക്ടർ പറഞ്ഞതുപോലെ വേദനിക്കുന്നില്ല എങ്കിൽ വിഷമിക്കേണ്ടതില്ല എന്ന് വിശ്വസിക്കുന്നതാണ് ഉത്തമം. ഒരു പരിശീലന പ്രവൃത്തി അല്ലെങ്കിൽ വ്യായാമം നമ്മളെ വേദനപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് നിർത്തുകയാണ് വേണ്ടത്. ചെറിയ വേദനകൾ നാം പൊതുവെ അവഗണിക്കും. ഒരു പാത്രം കാലിൽ വീഴുമ്പോൾ ഉണ്ടാകുന്ന വേദന പോലെയുള്ളവ മാത്രമേ നാം ഗൗനിക്കാറുള്ളൂ. അത് സഹിച്ചുകൊണ്ട് ജോലികൾ ചെയ്യാമെന്ന് നാം കരുതും. ഇതൊക്കെ നിസ്സാരമായി എല്ലാവരും കാണുന്നു. എന്നാൽ ശരിയാണെന്ന് വിചാരിക്കുന്നതെല്ലാം അങ്ങനെ ആവണമെന്നില്ല എന്ന് ലേഖകൻ മുന്നറിയിപ്പ് നൽകുന്നു. നിങ്ങൾക്ക് വ്യായാമത്തിനോ പരിശീലനത്തിനോ ശേഷം വേദനയോ മറ്റു ബുദ്ധിമുട്ടുകളോ തോന്നുന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാവാനും അല്ലാതെയിരിക്കുവാനുമുള്ള സാധ്യതകൾ ഉണ്ട്. പേശീവേദന ഉപയോഗിച്ച് ഒരു പരിശീലന പ്രക്രിയ പ്രാവർത്തികമാണോ അല്ലയോ എന്നറിയുവാനും സാധിക്കുകയില്ല. പേശീവേദന ഉണ്ടെന്ന കാരണത്താൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി നിർത്തേണ്ടതിന്റെ ആവശ്യവുമില്ല. നിസ്സാരമായ വേദന, ഉദാഹരണത്തിന് തള്ളവിരൽ പൊക്കിൾ ഭാഗത്തേക്ക് അമർത്തുമ്പോൾ ഉണ്ടാകുന്ന പോലുള്ള സമ്മർദ്ദമാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതെങ്കിൽ പേടിക്കേണ്ട സ്ഥിതിയില്ല. അതികഠിനമായ വേദനയെ മാത്രമേ ഭയക്കേണ്ടതായുള്ളൂ. വ്യായാമ പരിശീലനം തുടങ്ങുമ്പോൾ 2 കാര്യങ്ങളാണ് ഓർക്കേണ്ടത്. 1. വേദനരഹിത പരിധിയിലെല്ലാം ഉൾക്കൊള്ളിക്കുവാനും 2. വേദനിപ്പിക്കുന്ന രീതിയിലുള്ള പരിശീലനവും വ്യായാമവും വേണ്ടെന്ന് വയ്ക്കുകയും. ഒരിക്കലും ചെറിയ പരിക്കുകൾ പരിഹരിക്കുവാൻ നാം വലിച്ചു നീട്ടുവാൻ ശ്രമിക്കരുത്. ഒരു ഷർട്ടിലെ കീറൽ വലിച്ചാൽ അത് കൂടുതൽ കീറുന്നതല്ലാതെ ഒരിക്കലും പഴയതുപോലെ കൂടിച്ചേരുകയില്ല. എന്നാൽ അവിടം തുന്നിവെച്ചാൽ ആ ഭാഗത്ത് കീറിയിട്ടുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലുണ്ടാവും. അതുപോലെയാണ് ശരീരത്തിലെ മുറിവുകളും. ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അതിൽ നിന്നും മാറി നിൽക്കുന്നതാണ് നല്ലത്. വളരെ കഠിനമായ വേദനയും നീരും വീക്കവും ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറിനെ കാണുന്നതാണ് അഭികാമ്യം. 80-85% മുതിർന്നവരും അവരുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പുറംവേദന സഹിക്കേണ്ടി വരുന്നതായാണ് പറയപ്പെടുന്നത്. നമ്മളിൽ പകുതി ആളുകളും ജീവിതത്തിൽ ഇങ്ങനെയൊരു ഘട്ടത്തിൽ കൂടി കടന്നു പോയിട്ടുണ്ടാവും എന്ന് ലേഖകൻ വിശ്വസിക്കുന്നു. ഇതിൽ 85% നിർദ്ദിഷ്ടമല്ലാത്ത കാരണങ്ങളാൽ ഉണ്ടാവുന്നതാണ്. 2% ഗുരുതരമായ പരിക്കുകളും മുറിവുകളും മൂലം ഉണ്ടാകുന്നതും 10% നാഡീസംബന്ധമായ പ്രശ്നങ്ങളാലും സംഭവിക്കുന്നു. അസുഖങ്ങൾ പാരമ്പര്യമായും ജീവിതശൈലീ സംബന്ധമായും ജോലി സംബന്ധമായും വരുന്നവയാണ്. നമ്മുടെ ശരീരത്തിലെ പല വേദനകളും തനിയെ ഇല്ലാതാകുന്നു. എന്നാൽ ഇതിനർത്ഥം നാം അതിൽ നിന്നും രക്ഷ നേടിയെന്നല്ല. പുറമാകട്ടെ, തോളാകട്ടെ, ഇടുപ്പാകട്ടെ വേദന വരണമെന്ന് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് വരിക തന്നെ ചെയ്യും. എന്തിനേയും തടുക്കുവാനുള്ള ആരോഗ്യമുള്ള ശരീരം, എല്ലാത്തിനും കെൽപ്പുള്ള എന്ത് പ്രവൃത്തിയും ചെയ്യാൻ തക്ക ശക്തിയുള്ള ശരീരമാണ് വേണ്ടത്. ഭാരം ചുമക്കുവാനും മറ്റു ഭാരിച്ച ജോലികൾ ചെയ്യുവാനും അത്തരക്കാർക്ക് സാധിക്കും. ഒരാൾക്കും 100% പ്രവർത്തനക്ഷമമായ ശരീരം ലഭിക്കുകയില്ല. എന്നാൽ ലേഖകൻ പറയുന്ന തരത്തിലുള്ള വ്യായാമങ്ങളും പരിശീലനവും അതിന്റെ ഏറ്റവും മികച്ച രീതിയിൽ ചെയ്താൽ പഴയതിൽ നിന്നും വളരെയേറെ മികച്ച ശരീരം ലഭിക്കുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകുന്നു. ദൈനംദിന ജീവിതത്തിൽ അത്തരത്തിലുള്ള ശരീരം ആയിരിക്കും കൂടുതൽ ആസ്വാദ്യകരം. മാരത്തണുകൾ ഓടുന്ന കായിക താരങ്ങൾ വളരെ ഗൗരവത്തോടെയാണത് ചെയ്യുന്നത്. എന്നാൽ ഞാനിത് ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്ന പല ആളുകളും ഗൗരവത്തോടെ കാര്യങ്ങൾ ചെയ്യുകയോ തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുകയോ ചെയ്യുന്നില്ല എന്നതാണ് സത്യം. അതിനാൽ അത്തരം ആൾക്കാരോട് ലേഖകൻ സംസാരിക്കുവാൻ നിൽക്കാറില്ല എന്ന ഒരു സത്യവും ഇവിടെ വെളിപ്പെടുത്തുന്നു. കാരണം അവർക്ക് ലേഖകന്റെ സംസാരം ഇഷ്ടമല്ലാതെ വരികയും അതിൽ പരിഭവിക്കുകയും ദേഷ്യപ്പെടുകയും ചെയ്യുന്നു. ശരീരവണ്ണം കൂട്ടുവാനുള്ള അത്യന്താപേക്ഷിതമായ ഒന്ന് നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുക എന്നത് മാത്രമാണ്. അതുപോലെ ശരീരഭാരം കുറയ്ക്കുന്നതിന് നല്ല രീതിയിലുള്ള വ്യായാമ മുറകൾ പരിശീലിക്കുക എന്നതുമാണ്. നല്ല രീതിയിൽ വ്യായാമം ചെയ്യുന്ന വ്യക്തികളാണെങ്കിലും അവർ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് നിയന്ത്രിച്ചില്ലെങ്കിൽ അവരുടെ വ്യായാമ പരിശീലനം കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലാതായിത്തീരുന്നു. കൂടുതൽ ചലിക്കുക, കുറവ് കഴിക്കുക എന്നതാണ് പോഷകാഹാരത്തെക്കുറിച്ച് അറിവുള്ള പ്രഗത്ഭർ പറയുന്നത്. ശരീരനിർമ്മാണത്തിന് പ്രാധാന്യം നൽകുന്ന സമൂഹങ്ങൾ പറയുന്നത് ബൃഹത്തായ ശരീരം അടുക്കളയിൽ നിർമ്മിക്കപ്പെടുന്ന 90% ആഹാര രീതിയിൽ നിന്നും ഉടലെടുക്കപ്പെടുന്നതാണ് എന്നതാണ്. വ്യായാമങ്ങൾ നമ്മുടെ വിശപ്പിനെ വർദ്ധിപ്പിക്കുന്നു. എന്നാൽ ഒരിക്കലും നമ്മൾ നമ്മുടെ ഭക്ഷണത്തെ കൺട്രോൾ ചെയ്യാതിരിക്കരുത്.
ഭക്ഷണത്തെ ക്രമീകരിക്കാതിരിക്കുന്നത് അപകട സാധ്യതകളെ വിളിച്ചു വരുത്തുന്ന ഒന്നുതന്നെയാണ്. വ്യായാമം കലോറികളെ ഉരുക്കിക്കളയുന്നു. എന്നാൽ അത് ചിലപ്പോൾ പ്രശ്നവുമാവാം. 2009 പ്രസിദ്ധീകരിച്ച അമേരിക്കൻ ജേണൽ ഓഫ് ക്ലിനിക്കൽ ന്യൂട്രീഷൻ എന്ന ബുക്കിൽ ഇത് പരാമർശിക്കപ്പെടുന്നുണ്ട്. അക്കാലത്ത് 30നും 50നും ഇടയ്ക്ക് പ്രായമുള്ള ഭാരമുള്ള വ്യക്തികളെ ഉൾപ്പെടുത്തി 12 ആഴ്ചകളോളം നീണ്ടുനിന്ന ഒരു പരീക്ഷണ കളരി സംഘടിപ്പിക്കുകയുണ്ടായി. അതിൽ ഭൂരിഭാഗം ആളുകളും വ്യായാമങ്ങളോട് പ്രതികരിക്കുകയും തക്ക ഫലം നൽകുകയും ചെയ്തു. എന്നാൽ ന്യൂനപക്ഷം പ്രതികരിക്കുകയോ അവർക്ക് ഭാരം കുറയുകയോ ചെയ്തില്ല. 15% ആളുകൾക്ക് ഭാരം കൂടുകയും ചെയ്തു. ഇവരെല്ലാവരും തന്നെ ചെയ്തത് ഒരേ തരത്തിലുള്ള വ്യായാമ പ്രക്രിയകൾ തന്നെ. പിന്നെ എന്തുകൊണ്ടായിരിക്കും ഇത്രയും അന്തരമുണ്ടായത്? എന്തുകൊണ്ടാണ് ഈ പരീക്ഷണത്തോട് ചിലർ പ്രതികരിക്കാതിരുന്നത്? ഉത്തരം കിട്ടാത്ത പ്രതിഭാസമായി തന്നെ അത് നിലകൊള്ളുന്നു. കൊഴുപ്പ് കുറയ്ക്കുവാനായി നാം ചെയ്യുന്ന വ്യായാമങ്ങൾ എപ്പോഴും ഉദ്ദേശിച്ച രീതിയിൽ പ്രവർത്തിക്കണമെന്നില്ല. ആരോഗ്യമുള്ള ശരീരം കാർബോഹൈഡ്രേറ്റിനേക്കാൾ കൊഴുപ്പുകൾ ഉരുക്കിക്കളയുന്നു. ചില ആളുകൾ പക്ഷേ അവ കൃത്യമായി വേണ്ട വിധേന ചെയ്യുന്നില്ല. പകരം അവർ കാർബോഹൈഡ്രേറ്റുകളെ നശിപ്പിക്കുന്നു. മനുഷ്യ ശരീരത്തിൽ 3 തരത്തിലാണ് കാർബോഹൈഡ്രേറ്റുകൾ കാണപ്പെടുന്നത്. 1. രക്തത്തിലുള്ള ഗ്ലൂക്കോസ്. 2. പേശികളിലുള്ള ഗ്ലൈക്കോജൻ. 3. കരളിലുള്ള ഗ്ലൈക്കോജൻ. പട്ടിണി കിടന്നാൽ പോലും കൊഴുപ്പ് മുഴുവനായി തീർന്ന ശേഷം മാത്രമേ കാർബോഹൈഡ്രേറ്റുകളെ ഉപയോഗിക്കാറുള്ളൂ. അതിൽ നിന്ന് തന്നെ അവയുടെ പ്രാധാന്യം മനസ്സിലാക്കാവുന്നതേയുള്ളൂ. അവ കുറയും തോറും നമുക്ക് വിശപ്പ് കൂടുന്നു. വ്യായാമം ചെയ്തിട്ടും ആഹാരം നിയന്ത്രിച്ചിട്ടും നിങ്ങൾ വണ്ണം വയ്ക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം ഇതായിരിക്കുമെന്ന് ഇവിടെ വ്യക്തമാക്കുന്നു. ലേഖകന്റെ സഹരചയിതാവായ ആൽവിൻ ഇതെല്ലാം വളരെ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിരുന്നു. വളരെയധികം ഭാരമുള്ള ആളുകൾ എളുപ്പമുള്ള വ്യായാമങ്ങൾ ചെയ്യുന്നതിൽ അർത്ഥമില്ല എന്ന് തന്നെയാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. അവർ കൂടുതൽ വ്യായാമ മുറകൾ പരിശീലിക്കണം എന്നതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ശരീരം തളർത്തുന്ന രീതിയിലുള്ള വ്യായാമങ്ങൾ കലോറികളെ കുറയ്ക്കുന്നതാണ്. ഇത് ശാരീരിക പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്തുന്നു. വേദനകൾ സഹിച്ചു ചെയ്യുന്ന പല വ്യായാമങ്ങളും ഫലപ്രദമാണെങ്കിലും അവയിൽ ചിലതു മാത്രമാണ് ശരീരത്തിലെ കലോറിയെ ഒരു പരിധിവരെ ഒഴിവാക്കുകയുള്ളൂ. നഷ്ടപ്പെട്ടുപോയ നിങ്ങളുടെ ഭാരത്തെ വീണ്ടെടുക്കുവാനായിരിക്കും ശരീരം എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുക. അവ ഗുണത്തേക്കാളേറെ ദോഷമാകും ഉളവാക്കുക. ആൽവിൻ എപ്പോഴും ഭക്ഷണ ക്രമീകരണത്തിന് മുൻതൂക്കം കൊടുത്തിരുന്നു. ഭക്ഷണ ക്രമീകരണം ഇല്ലാതെ വ്യായാമം ചെയ്യുന്നതിൽ അർത്ഥമില്ല എന്ന് തന്നെയാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. ഭക്ഷണം ക്രമീകരിക്കാതെ ചെയ്യുന്ന അഭ്യാസമുറകൾ വിപരീത ഫലം കാഴ്ചവെക്കുമെന്ന് അദ്ദേഹം അടിയുറച്ച് വിശ്വസിച്ചിരുന്നു. പല രീതിയിലുള്ള പ്രതിഫലമാണ് വ്യായാമത്തിൽ നിന്നും ലഭിക്കുന്നത്. ചില വ്യക്തികൾക്ക് ശരീരപേശികൾ പുഷ്ടിപ്പെടുന്നു. ചിലർക്ക് പ്രതീക്ഷിച്ചതിനേക്കാൾ ഭാരക്കുറവുണ്ടാകുന്നു. ചിലർക്ക് അവരുടെ ശരീരഗുണങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യുന്നു. കൃത്യസമയത്തും കൃത്യമായ അളവിലും പരിശീലനം സിദ്ധിച്ച ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്നും കിട്ടുന്ന വ്യായാമമുറകൾ വളരെയധികം ഫലപ്രദമായിരിക്കുമെന്ന് അദ്ദേഹം എടുത്തു പറയുന്നു. നല്ല രീതിയിലുള്ള പരിശീലനങ്ങൾ മുന്നോട്ടു കൊണ്ടുപോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. പരിശീലനങ്ങൾ വേണ്ട വിധേന നൽകി, വേണ്ട നിർദ്ദേശങ്ങൾ നൽകി അത് പ്രവർത്തിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസം സൂക്ഷിക്കുക എന്നതാണ് നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന ഏറ്റവും നല്ല മാർഗം.